ഇവിടെ നേരത്തെ ലാലി വിൻസെൻ്റ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ലക്ഷ്യപ്പെടാനാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടെ അവർ കെ എം അബ്രഹാം ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കെ എം അബ്രഹാം വിളിക്കുകയോ അദ്ദേഹം ഇടപെടുകയോ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസ് നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലർക്ക് നേരെയും ആക്ഷേപം ഉന്നയിക്കുക, തനിക്ക് നേരെ ഏതായാലും ആക്ഷേപം ആരോപണമൊക്കെ വരുന്നു, അതിൽ വസ്തുതകളായി കാര്യങ്ങൾ നിൽക്കുന്നു. പിന്നെ നിയമോപദേശം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി ഈ പറഞ്ഞ തട്ടിപ്പുകാരനെ ന്യായീകരിക്കുന്ന പണിക്കാണോ നിയമോപദേശം എന്ന് പറയുക? അതൊക്കെ കോൺഗ്രസിൻ്റെ നേതാവ് ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പം നേരത്തെ പലരും വിശദീകരിച്ചല്ലോ, അതുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തെറ്റായ രീതിയിലുള്ള പ്രചാരണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പ് സംഘത്തെ, അതിന് സഹായം നൽകിയിട്ടുള്ളവരെ, അതിൻ്റെ പണം പറ്റിയിട്ടുള്ളവരെ, ഇവരെക്കുറിച്ചൊക്കെ ശക്തമായ അന്വേഷണം നടക്കും. ആ അന്വേഷണം നടത്തി പ്രതികളായ ആളുകൾ എല്ലാവരും പ്രതികളാക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതാണ് കേരളത്തിൽ സ്വീകരിച്ച നിലപാട്. ഇവിടെ തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി വന്നപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയി. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നതും ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള ഈ പ്രമുഖനെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എ എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യം, അദ്ദേഹം ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ രക്ഷപ്പെടാൻ വേണ്ടി പണം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേരെ പരാതിയും മറ്റ് കാര്യങ്ങളും വരുമ്പോൾ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോന്നും ഇങ്ങനെ നമുക്കറിയാമല്ലോ, പലപ്പോഴും ഇവർ പല ഘട്ടത്തിലും ഇവരൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. പണ്ട് AK സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞപ്പോൾ ഇവർ കുറേ ദിവസം മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ BJPക്കാരും എല്ലാവരും ചേർന്ന് കിട്ടിയോ എന്ന് ചോദ്യം ഉന്നയിച്ച് നടന്നിരുന്നു. പക്ഷേ പ്രതിയെ പിടിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നല്ല നേതാക്കന്മാരാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന് പിന്നീട് കേരളം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത് എ എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ തെറ്റുകാരാണെങ്കിൽ അവരുടെ പേരിൽ ശക്തമായ നിലപാടുണ്ടാകും. ഒരു തർക്കം അക്കാര്യത്തിലില്ല. നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീട് വിറ്റിട്ടാണെങ്കിലും കാശ് കൊടുക്കുമെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞ കോടിക്കണക്കിന് രൂപ എവിടുന്ന് എടുത്തു കൊടുക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ലാലി വിൻസെന്റിന് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടു പോകാനാവില്ല. ഇവിടെ നേരിട്ട് നജീബ് കാന്തപുരം എന്ന് പറയുന്ന UDF MLA ആണ്. എന്താണ് വലിയൊരു നെറ്റ്വർക്ക്, നമുക്ക് ഒരുമിച്ച് പോകാം, ഇതിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ നേരിട്ട് ഇതിലേക്ക് ക്ഷണിച്ചയാളാണ് നജീബ് കാന്തപുരം. അദ്ദേഹത്തിൻ്റെ പേരിൽ പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ലാലി വിൻസെൻ്റെ പേരിൽ പരാതി വന്നു, കണ്ണൂരിൽ പരാതി വന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിലും കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും കേസെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സാധാരണ കേരളത്തിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. തെറ്റായ വാർത്തകൾ ആദ്യം ഓൺലൈനിലെ ചില മാധ്യമങ്ങളിൽ കൊടുക്കുക, പിന്നെ മെല്ലെ അത് പൊലിപ്പിച്ചെടുത്തിട്ട് മറ്റുള്ള മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരിക. ആ രീതിയൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ വ്യക്തമായി ഈ കാര്യങ്ങൾ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടി ഒറ്റ കാര്യം നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മന്ത്രി V ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നജീബ് കാന്തപുരം തന്നെ പുറത്തുവിട്ടു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിന് പരിസമാപ്തി കുറിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പം നജീബ് കാന്തപുരം അതുമായി ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം പ്രധാനമന്ത്രിക്ക് ഷോൾ അണിയിക്കുന്നത് പോലെ തന്നെയാണ് കേരളത്തിലൊരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നതിൻ്റെ വീഡിയോ എന്നുള്ള അവകാശവാദമാണ് അല്ലെങ്കിൽ ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഏതാണ്ട് പല മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും ഇവർ പരിപാടി സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പലരെയും ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു MLA ആണ്, നജീബ് കാന്തപുരം എന്ന് പറയുന്ന MLA ആണ് നാട്ടുകാരിൽ നിന്ന് പണം വാങ്ങി ഈ തട്ടിപ്പിൽ പങ്കുചേർന്നിട്ടുള്ളത്. മറ്റാരും അങ്ങനെ ചെയ്തിട്ടില്ല. മറ്റാരും അത്തരത്തിലുള്ള ഒരു സമീപനവും ഒരു MLA ഭാഗത്തുനിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിൽ പ്രഥമ പ്രതിയായി നിൽക്കുന്നു നജീബ് കാന്തപുരം എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ ഒരു ചടങ്ങിന് പോയോ അയാളെ കണ്ടോ കൈ കൊടുത്തോ ഫോട്ടോയിൽ വന്നോ എന്നുള്ളതിനപ്പുറത്തേക്ക് നജീബ് കാന്തപുരം എന്ന് പറയുന്ന UDF MLA നിരന്തരം കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കളവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പണം വാങ്ങിയത് ഓൺലൈൻ വഴി, നേരിട്ട് അക്കൗണ്ട് വഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷായിട്ട് വാങ്ങി എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തട്ടിപ്പിൽപ്പെട്ടവരും ആ തട്ടിപ്പിൻ്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ നമ്മൾ പ്രശസ്തമായിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ മുന്നിൽ
ഈ പറഞ്ഞ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, പല NGO-കളെയും കോർഡിനേറ്റ് ചെയ്ത് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഞാനതാ പറഞ്ഞു വന്നത്, കേരളത്തിലെ കുടുംബശ്രീ എന്ന് പറയുന്ന ലോക ശ്രദ്ധയാകർഷിക്കുന്ന പദ്ധതിയെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് ആരംഭിച്ച ജനശ്രീയെ പോലും ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുൾപ്പെടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഏത് സമീപനവും സ്വീകരിക്കാം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. APCCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ നിജേഷ് അരവിന്ദ്? ആ നിജേഷ് അരവിന്ദ് ഇതിൽ ആളുകളിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയല്ലേ. ചില പ്രശ്നം എന്താണ്, ചില പ്രശ്നങ്ങൾ പരാതി വന്നിട്ടില്ല. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ പരാതി വരാനുണ്ട്. ആ പരാതി വന്നാൽ ഉൾപ്പെടെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഇത്തരം ചില പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം.